ഒരു വ്യക്തി പോലും നശിക്കരുതെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി അവിടുന്ന് നൽകിയ സ്വർഗീയ വെളിപ്പെടുത്തലുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ കത്തോലിക്ക സഭയിലെ 73 പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ പുസ്തകങ്ങളിലെ സുവിശേഷങ്ങളുടെ സാരസംഗ്രഹമായി ഒരു വചനമുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. തന്നിൽ വിശ്വസിക്കുന്ന ഒരാളും നശിക്കരുതെന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. അവർ നിത്യജീവൻ പ്രാപിക്കണം. അതിനായി ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി. ഇത് സകല ജനത്തിനുമുള്ള സദ്വാർത്തയാണ്. ലോകത്തിലെ ഏത് ഗണത്തിൽപ്പെട്ടവനും യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും, ഒരു സംശയവുമില്ല. അവൻ ഏത് തരക്കാരനുമായിക്കോട്ടെ, ദൈവം അവൻ തകരാൻ അനുവദിക്കില്ല. ദൈവമാകുന്നതിൻ്റെ 3 കാരണങ്ങൾ അവിടുന്ന് സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമാകുന്നതാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിന് കടന്നു ചെല്ലാനാകാത്ത ഒരിടവുമില്ലല്ലോ. അവിടുന്ന് സർവശക്തനാണ്. അവിടുന്ന് എല്ലാം അറിയുന്നവനുമാണ്. ഈ ദൈവമാണ് ഒരാൾ പോലും നശിക്കരുത് എന്നാഗ്രഹിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള 800 കോടി ജനങ്ങളിൽ ഒരാൾ പോലും നശിക്കരുതെന്ന് അവിടുന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതിന് ഒരു ഉപാധിയേ ഉള്ളൂ: യേശുവിൽ വിശ്വസിക്കണം. അവനാണ് സത്യദൈവവും കർത്താവും എന്ന് ഏറ്റുപറയണം. ഈ സത്യം ഏറ്റുപറയുന്നവളുടെ ഹൃദയത്തിലേക്ക് കർത്താവായ യേശു കടന്നു ചെല്ലുന്നു. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ആരും സങ്കടപ്പെടരുത് എന്നാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. തോൽക്കാനല്ല സഹോദരങ്ങളെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ എന്നും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ ദുരവസ്ഥകളിൽ നിന്നും വിമോചനം ആഗ്രഹിക്കണം. വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിക്കണം. വീൽ ചെയറുകളിൽ ചരിക്കുന്നവർ കുതിച്ചു ചാടി നടക്കുവാൻ അവിടുന്ന് ഇടയാക്കും.